ഹായ് ഹലോ എവരി വൺ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഫെബ്രുവരിയിൽ എന്തുകൊണ്ട് മഞ്ഞ് വീണില്ല എന്നിങ്ങനെ ആലോചിച്ച് നിന്നപ്പോഴാണ് പെട്ടെന്ന് ക്ലൈമറ്റ് ചേഞ്ചായി പെട്ടെന്ന് തന്നെ മഞ്ഞും വീണത്. പക്ഷെ അത്ര ശക്തിയോടെയൊന്നും അല്ലായിരുന്നു കേട്ടോ. ഈ മഴയുമായിട്ടൊന്ന് മിക്സ് ആയതുകൊണ്ട് പെട്ടെന്ന് മെൽറ്റായി പോവുകയും ചെയ്തു. അധികം ലാസ്റ്റ് ചെയ്തില്ല. ഇത് മെൽറ്റ് ആവാതെ പെട്ടെന്ന് പ്ലസ്സിലേക്കൊക്കെ കയറുമ്പോഴാണ് നമുക്ക് ഈ തെന്നി വീഴാനുള്ള സാധ്യതകളൊക്കെ കൂടുന്നത് കേട്ടോ. സോ ഞങ്ങൾ നാട്ടിൽ പോകുന്ന ദിവസത്തെ ചെറിയൊരു ക്ലിപ്പാണ്, ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഹൈഡി ജനിച്ചിട്ട് ആദ്യമായിട്ട് നാട്ടിലേക്ക് പോവാണ്. ഹസ്ബൻഡ് വന്നിട്ടില്ല, ഞാനും മോളും മാത്രമേ പോകുന്നുണ്ടായിരുന്നുള്ളൂ. ആൻഡ് ഇതിലൊരു മോസ്റ്റ് എക്സൈറ്റിംഗ് കാര്യം എന്ന് പറഞ്ഞാൽ ആദ്യമായിട്ടാണ് അവൾ ഗ്രാൻഡ് പാരൻസിനെയൊക്കെ മീറ്റ് ചെയ്യാൻ പോകുന്നത്. സ്ഥിരമായിട്ട് ഇപ്പോൾ എൻ്റെ വാപ്പായൊക്കെ അവൾ എപ്പോഴും ഇങ്ങനെ വീഡിയോ കോളിൽ കണ്ടിട്ട് നല്ല രീതിക്ക് ഇൻട്രാക്ട് ചെയ്യുന്നുണ്ട്. അപ്പം നേരിട്ട് കാണുമ്പോൾ ആ ഒരു ഇൻട്രാക്ഷൻ ഉണ്ടാവുമോ, കരയുമോ എന്നൊക്കെ ഉള്ള ഭയങ്കര എക്സൈറ്റ്മെൻറ്റ്. അതുപോലെ തന്നെ അവരുടെ ആ ഒരു റിയാക്ഷൻ അവൾ ആദ്യമായിട്ട് കാണുമ്പോൾ, അപ്പോൾ അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ മൈൻഡിൽ വെച്ചിട്ടാണ് ഞാൻ ഈ എൻ്റയർ ഈ ജേർണിയിൽ മാത്രമല്ല, കഴിഞ്ഞ ദിവസമൊക്കെ ഉറങ്ങാൻ കിടന്നപ്പോഴൊക്കെ ഞാൻ ഇതൊക്കെയാണ് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടേയിരുന്നത്. പിന്നെ ഞങ്ങൾക്ക് ആകെയുള്ള ഒരു സങ്കടമെന്ന് പറഞ്ഞാൽ ഈ ഒരു 2025 നവംബർ മാസത്തിൽ ഹസ്ബൻഡിൻ്റെ ഫാദർ മരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവൾ ജനിച്ചിട്ട് പുള്ളിക്ക് അവളെ ഒന്ന് കാണാൻ പറ്റിയില്ല. ആ ഒരു ബുദ്ധിമുട്ട് മാത്രം ഞങ്ങൾക്ക് പേഴ്സണലി ഒന്ന് ഫീൽ ചെയ്തു. കാരണം ഞങ്ങൾക്ക് പോകാനും പറ്റാത്ത ഒരു ടൈമായിരുന്നു അത്. ഒരു രീതിയിൽ ഞങ്ങൾക്ക് നാട്ടിൽ പോകാൻ പറ്റാത്തൊരവസ്ഥയായിപ്പോയി. ആൻഡ് അറിയാമല്ലോ നമ്മുടെ ക്രൊയേഷ്യയിലെ പേപ്പർ വർക്കുകൾ എത്രത്തോളം ഡിലേ ആണെന്നുള്ളത്. സോ അതിൻ്റേതായ നല്ലൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പക്ഷേ നമുക്ക് പറഞ്ഞിട്ട് കാര്യമില്ല. സോ എനിവേ ഗൈസ്, ഞാൻ എന്തായാലും ഈ ട്രിപ്പിൽ നല്ല ഹാപ്പി ആയിരുന്നു. കാര്യം കുഞ്ഞ് നല്ല രീതിക്ക് അവൾ ഫുഡൊക്കെ കഴിച്ചു, പ്രോപ്പറായിട്ട് ഉറങ്ങി, നല്ല എൻ്റർടൈൻഡ് ആയിരുന്നു. നമ്മുടെ ക്രൊയേഷ്യ ടു ദോഹ വരെയുള്ള ഫ്ലൈറ്റിൽ ഒരു പ്രാവശ്യം പോലും ഒന്ന് കരയുക പോലും അവൾ ചെയ്തിട്ടില്ല എന്നുള്ളത് എന്നെ അത്രത്തോളം അതിശയിപ്പിച്ചൊരു കാര്യമാണ്. കുറേ നേരം എൻ്റെ മടിയിൽ തന്നെ ഇരുന്നിരുന്ന അവസാനം ആൾക്ക് ബോറടിച്ചിട്ട് തറയിൽ ഇറങ്ങിയിരുന്ന് കളിക്കാൻ തുടങ്ങി കേട്ടോ. ഫ്രണ്ട് റോയിലെ സീറ്റ് ആയിരുന്നതുകൊണ്ട് സ്പേസ് ഉണ്ടായിരുന്നു. എനിക്ക് നൈസ് എക്സ്പീരിയൻസ് ആയിരുന്നു. നമ്മൾ ഖത്തറിൽ ലാൻഡ് ചെയ്തു. ആൻഡ് നമ്മുടെ ഗേറ്റൊക്കെ നോക്കി നേരത്തെ തന്നെ അവിടെ പോയിരുന്ന് ഇവൾക്ക് ഫുഡൊക്കെ കൊടുത്ത് ബാത്റൂമിൽ കൊണ്ടുപോയി ഫ്രഷ് ആക്കി വേറെ ഡ്രസ്സൊക്കെ ചെയ്ത് ആളെ റെഡിയാക്കി നെക്സ്റ്റ് ഒരു ഫ്ലൈറ്റിന് വേണ്ടിയിട്ട്. ആൻഡ് നമ്മുടെ ദോഹ ടു തിരുവനന്തപുരത്തേക്കുള്ള ഫ്ലൈറ്റിൽ എനിക്ക് ഫ്രണ്ട് റോ സീറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ബുക്ക് ചെയ്തപ്പോൾ അതെല്ലാം ഫുള്ളായിരുന്നു. പക്ഷേ ഈ ഫ്ലൈറ്റിൽ എനിക്ക് ചെറുതായിട്ടൊന്ന് പണി കിട്ടി. സ്റ്റാർട്ടിങ്ങിൽ എന്താണെന്ന് വെച്ചാൽ അതിനകത്ത് വേറെ ഒരുപാട് ബേബീസ് ഉണ്ടായിരുന്നു. അപ്പോൾ അവർ കരയുന്ന കേട്ടിട്ട് ഇവൾ നന്നായിട്ടൊന്ന് ഡിസ്റ്റർബ്ഡായിട്ട് ചെറുതായിട്ടൊന്ന് കരഞ്ഞായിരുന്നു. പക്ഷേ പെട്ടെന്ന് തന്നെ കൂളാക്കി എടുത്തു ഞാൻ എന്തായാലും. മറ്റു കുട്ടികൾ കരയുന്ന കേട്ടപ്പോഴാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇവൾ എത്ര നല്ല കുട്ടിയായിരുന്നു എന്ന്. ഇനി ബാക്കിയൊക്കെ തിരിച്ചു പോകുമ്പോൾ അറിയാം എന്താണ് അവസ്ഥയെന്നുള്ളത്. എന്തായാലും ഞങ്ങൾ സേഫായിട്ട് നാട്ടിലെത്തി. അവൾ പാരൻസിനെയൊക്കെ കണ്ടു. എന്നിട്ട് ഇതേ ഞങ്ങൾ വീട്ടിലും എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പുതിയ അപ്ഡേറ്റ്സിൻ്റെയൊക്കെ വീഡിയോസൊക്കെ ഉടനെ അപ്ലോഡ് ചെയ്യാം. അപ്പോൾ വീണ്ടും കാണാം ഗൈസ്. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ. അപ്പോൾ നിങ്ങളെൻ്റെ ചാനലിലെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ഓൾറെഡി സബ്സ്ക്രൈബർ ആണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. ഓക്കേ.